ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുരിങ്ങയ്ക്കയും പഴുത്ത തക്കാളിയും വെച്ചിട്ട് നല്ലൊരു അവിയൽ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പോകുന്നത്. വീഡിയോ കാണാം. ഇത് പിഞ്ചു മുരിങ്ങയ്ക്കയ, വിളഞ്ഞിട്ടില്ല, ഇനി കുറേ കൂടെ വലിപ്പം വയ്ക്കും. ഈ രണ്ട് മുരിങ്ങയ്ക്ക നമ്മൾ അവിയൽ വയ്ക്കാൻ പോകുന്നത്. ഈ കാണുന്ന അഴുക്കൊന്നുമല്ല, ഇതിൻ്റെ ശരിക്കുള്ള കളറാണ്. ഇതുപോലെ മുരിങ്ങയ്ക്ക ഒരുപാട് വിളഞ്ഞു പോവുകയാണെങ്കിൽ ഇങ്ങനെ വളച്ചാൽ വളയത്തില്ല. ഇതിപ്പോൾ ആ വളയുന്നുണ്ടോ. രണ്ട് മുരിങ്ങയ്ക്കയും കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരേ നീളത്തിൽ വേണം മുറിച്ചെടുക്കേണ്ടത്. അതിന് ശേഷം രണ്ടായിട്ട് പിളർത്തിയെടുക്കാം. ഞാൻ ഈ മുരിങ്ങയ്ക്കയുടെ തൊലിയൊന്നും ചുരണ്ടി കളയത്തില്ല. നമ്മുടെ വീട്ടിലുണ്ടായ നല്ല മുരിങ്ങയ്ക്ക, ഇതിൽ മരുന്നടിച്ചിട്ടൊന്നുമില്ല, കഴുകുക മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരുപാടങ്ങ് പിഞ്ചൊന്നുമല്ല, ഒരുവിധം വിളഞ്ഞിട്ടുണ്ട്. കറി വെക്കാൻ പാകത്തിന്. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ്, ഇല്ലെങ്കിൽ ഉപ്പുപൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, നാക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ തീ കൂട്ടി തന്നെ നമ്മൾ വെക്കുന്നത്. തിളച്ച ഉടനെ ഇതിലേക്ക് 3 ടൊമാറ്റോ കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളകും കൂടെ ചേർക്കാം. 2 മുരിങ്ങയ്ക്ക ചേർക്കുമ്പോൾ ഈ തക്കാളിപ്പഴത്തിൻ്റെ പുളിപ്പ് പാകത്തിനേ കാണത്തുള്ളൂ, ഒട്ടും കൂടി പോകത്തില്ല. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കിയ ശേഷം 10 മിനിറ്റ് നമ്മളൊന്ന് വേകുന്നതിന് വേണ്ടി അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. 2 കൈ തേങ്ങ, 4 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ അതിൻ്റെയും പകുതി ജീരകം, 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്ത് നമ്മൾ കല്ലിൽ വെച്ചിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. സാധാരണ അവിയൽ വയ്ക്കുമ്പോൾ ഒന്ന് ചതച്ചൊതുക്കി എടുക്കുകയുള്ളൂ. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അവിയൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത്, പക്ഷേ നമ്മൾ മിക്സി വെച്ച് അരയ്ക്കുന്നതിൻ്റെ ഇരട്ടി സ്വാദ കല്ലിൽ വെച്ച് അരച്ചുണ്ടാക്കുമ്പോൾ. പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കേണ്ട, നന്നായിട്ട് അരിഞ്ഞാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം തളിച്ചൊന്ന് കഴുകിയെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്. തക്കാളിപ്പഴത്തിലുള്ള വെള്ളം കൂടെ ആകുമ്പോൾ നിറയെ വെള്ളം ഉണ്ടാവും. വെള്ളമൊക്കെ വറ്റി മുരിങ്ങയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി അരച്ചതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഉടയാത്ത പോലെ വേണം ഇളക്കേണ്ടത്. അതിനുശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം, ഈ അരപ്പൊന്ന് വേകുന്നതിന് വേണ്ടി. പിന്നീട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ആദ്യം ചേർത്തതേ ഉള്ളൂ, എല്ലാം പാകത്തിനുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ മുരിങ്ങയ്ക്ക അവിയലായത്. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.